Okay. Ehsan, come on. So record ചെയ്യാൻ. അപ്പോൾ again, good evening to everyone. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സാമ്പിൾ പേപ്പർ ആണ്. ഞാൻ ഇന്ന് ഇപ്പോൾ 10th സാമ്പിൾ പേപ്പർ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാ എല്ലാ സാമ്പിൾ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞോ? എന്താ മീഷ ഇങ്ങനെ ഏതെങ്കിലും ചെയ്തു? ഇല്ല. എന്താ സാര? ഇല്ല. നിങ്ങളൊന്നും ഇങ്ങനെ കാണിക്കുന്നത്? അൺമ്യൂട്ട് ചെയ്ത് പറയും. ഹൈഫ അമാന പറയും. അതായത് 10 സാമ്പിൾ പേപ്പേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. നോ. ഇവിടെ വരുന്നുണ്ടല്ലേ, സോറി, ചാറ്റ് ബോക്സിൽ. നോ. ഓക്കെ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ആണ്. നമ്മൾ 10 സാമ്പിൾ പേപ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്യാൻ മാത്രമല്ല, അതിലെ ചിലത് എന്താ പറയാ, നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നാളെ ഒരു വീഡിയോ ഇറങ്ങും നമ്മുടെ യൂട്യൂബില്. ആ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണുക, മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു 90 ഒരു ആവറേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 95 എബോവ് കിട്ടാനുള്ള ഒരു സാധനമാണ് പറയുന്നത്. മസ്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാം. April 1 മുതൽ ഫുൾ പവർ, ഫുൾ ഓൺ അങ്ങനെ അങ്ങോട്ട് ഫോളോ ചെയ്യാം കേട്ടോ. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ വർക്ക്. ഓക്കെ. നൂറ കണ്ടിട്ട് കുറെ നാളായില്ല, എവിടെയായിരുന്നു? എനിക്ക് എക്സാം ഉണ്ടായിരുന്നു, സെയിം ടൈമിലായിരുന്നു. ഓക്കെ ഫൈൻ. ഓക്കെ, യെസ്, താങ്ക് യു രാജലക്ഷ്മി. ഷുവർ. സോ ഞാനിപ്പം ഇന്ന് നമ്മളപ്പോ ഒരു പാറ്റേൺ ട്രൈ ഔട്ട് ചെയ്യാണ്. കാരണം ഒരു 10-20 ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അറൌണ്ട് ഒരു 22-23 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളെ വെറുപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ എന്റർടൈൻമെന്റിലൂടെ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിൽ ഐ തിങ്ക് നമുക്കൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാം ബ്രേക്ക്ഔട്ട് റൂംസില്. നിങ്ങൾ അതിന് ചെയ്യാറുണ്ടാവായിരിക്കും അല്ലെ സ്കൂളില്? ഇല്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. ഫസ്റ്റ് ആണ് കേട്ടോ, അതെങ്ങനെയാണെന്ന് അറിയില്ല. ഇന്നിപ്പോ ഫസ്റ്റ് 6 ക്വസ്റ്റ്യൻസ്, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എന്നിട്ട് ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ സെപ്പറേറ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. അതിന്റെ PDF അയച്ചു തരാം. തറവായിട്ട് ഈ ഒരു 23rd ക്വസ്റ്റ്യൻസും അങ്ങോട്ട് ബ്രെയിനിലേക്ക് എടുക്കാം. കാരണം നിങ്ങൾക്ക് പറയാം, ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 36% നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നോട്ട് ചെയ്ത് വെച്ചോ, 36% എല്ലാ സബ്ജക്റ്റിലും. സോ ആ ഒരു ടഫ്നെസ് ഓർക്കുക. അതായത് അതിനൊരു ഫിയർ ആക്കി എടുക്കാനല്ല പറയണേ, അതായത് അത് ആ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റിനെ ഞാൻ ബീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ സാമ്പിൾ പേപ്പേഴ്സ് തന്നെയാണ്. കാരണം നമ്മളിപ്പോ ഒരു പ്രീവിയസ് ഒരു 3 years ബാക്ക് ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം അത് കഴിഞ്ഞു പോകുമ്പോഴേക്കും കുറച്ചുകൂടി ഓൾഡ് വേർഷൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമുക്ക് വേണ്ടത്, ഇപ്പൊ ഓൾമോസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിലേക്ക് നമ്മളായി. ഓക്കെ, അപ്പോ നമുക്കിന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാനത് തരാം, പേടിക്കണ്ട. ആരും എഴുതിയെടുക്കണ്ട. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം, നന്നായിട്ട് എഴുതിയെടുക്കണ്ട. ആരും ഒന്നും എഴുതണ്ട, കുഴപ്പമില്ല, ഞാൻ തരുന്നതായിരിക്കും ക്വസ്റ്റ്യൻ. നന്നായിട്ട് ഇതിനെ വായിക്കാം. നന്നായിട്ട് വായിച്ചിട്ട് ഓരോന്നിന്റെയും ആൻസർ സെൽഫായിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഇടാണ് കേട്ടോ. OBയുടെ എക്സാം വന്നിട്ടില്ല. OBയുടെ 2 മോഡൽ എക്സാം ഉണ്ടായിരിക്കും. അതിന് ഫുൾ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ എല്ലാത്തിന്റെയും വീട്ടിൽ വന്ന് ഞാൻ തരും. ഓക്കെ. സോ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. വേറൊരു വളരെ സന്തോഷകരമായ വാർത്ത, ബയോളജി എന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ നിന്ന് ബയോളജി എന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടാവുക. എന്റെ മാനം കാക്കരുത് പ്ലീസ്, എന്റെ മാനം കളയരുത്. നിങ്ങൾ ബയോളജി ചിലപ്പോ ഭയങ്കര എളുപ്പാന്നൊക്കെ വിചാരിച്ചിട്ട്, അമൃത ഓർമ്മയുണ്ടല്ലോ അല്ലെ, ബയോളജി കുറെ എളുപ്പാന്നൊക്കെ വിചാരിച്ചിട്ട് പഠിക്കാണ്ട് എക്സാമിന് പോയിട്ട് ബയോളജിയിലെ മാർക്ക് കൊണ്ട് കളഞ്ഞു അല്ലെ. ഓക്കെ. അപ്പോ 1 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഫോംസ് ഡു മോസ്റ്റ് പ്ലാന്റ്സ് അബ്സോർബ് നൈട്രജൻ? ഇത് നമ്മള് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ
നമ്മൾ ഒന്ന് പറയാണ്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല അല്ലെ, എങ്ങനെയാണ് നൈട്രജൻ. അപ്പൊ ഇത് എനിക്ക് തോന്നി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം, കാരണം ചിലപ്പോ MCQ കേട്ടത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നൈട്രജൻ ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഡയറക്റ്റ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യില്ല. അതറിയാമായിരിക്കും, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഡയറക്റ്റ് പ്ലാന്റ്സ് ഒരിക്കലും അബ്സോർബ് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ ഇതിപ്പോ ഇവിടെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, ചിലപ്പോൾ MCQല് ചോദിക്കും എന്താണ് ഇൻ വിച്ച് ഫോംസ് ഡു മോസ്റ്റ് പ്ലാന്റ്സ് അബ്സോർബ് നൈട്രജൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഓപ്ഷൻസ് വരും. അപ്പോ ഓൺലി 3 എന്താണ് നൈട്രേറ്റ്സ്, 3 ഫോമിലാണ് പ്ലാന്റ്സിൽ അബ്സോർബ്സ് ഓൺലി 3 ഫോംസ് ഓഫ് നൈട്രജൻ. നൈട്രേറ്റ്സ് ഏതൊക്കെയാ? നൈട്രൈറ്റ്സ് ആൻഡ് യൂറിയ. നമ്മൾ ചെടികൾ കൃഷിയൊക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ, വലിയ മണ്ണൊക്കെ ആയിട്ട് ബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, നമ്മൾ പ്ലാന്റ്സിന് ഒരിക്കലും നൈട്രജൻ ഡയറക്റ്റ് കൊടുക്കില്ല. നമ്മൾ എന്താണ് ഒന്നുകിൽ നൈട്രേറ്റ് ഫോം അല്ലെങ്കിൽ യൂറിയ അല്ലെങ്കിൽ നൈട്രേറ്റ് ഫോമിലാണ് കൊടുക്കുക. ഓക്കെ, ഇതെന്തായാലും ഓർത്ത് വെക്കുക. സപ്പോസ് ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ചിലപ്പോ 3 മാർക്ക് അല്ല MCQ ഒക്കെ ആയിട്ട് ചോദിക്കും. അപ്പൊ അവര് ഇതിനൊക്കെ ഉൾട്ടൊക്കെ ആയിട്ട് ചോദിക്കും, കുറെ ഓപ്ഷൻ ഇട്ടിട്ട് ചിലപ്പോ ഇവിടെ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ എന്നൊക്കെ പറഞ്ഞു തരും, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഇത് തെറ്റാണ്, ഇത് 3 കറക്റ്റ്. ഓക്കെ, കിട്ടിയല്ലോ. ഇൻ വിച്ച് ഫോംസ് ഡു മോസ്റ്റ് പ്ലാന്റ്സ് അബ്സോർബ് നൈട്രജൻ? നൈട്രേറ്റ്, നൈട്രൈറ്റ് ആൻഡ് യൂറിയ. ഓക്കെ, ഞാൻ തെറ്റിക്കോ? ഇല്ല, അമീഷ തലാട്ടുമ്പോ എനിക്ക് പേടിയാണ്, ഇങ്ങനെ തെറ്റിക്കോ? ഇല്ല. ഓക്കെ, വാട്ട് ഈസ് എസെന്റ് ഓഫ് സാപ്പ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എഴുതുമ്പോൾ ശ്രദ്ധിക്കാം. സി 1 മാർക്ക് ക്വസ്റ്റ്യൻ മക്കളെ തെറ്റിക്കരുത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി യു ഹാവ് ടു റൈറ്റ് 2 points. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യന് 2 points മസ്റ്റ് ആയിട്ട് എഴുതുക, അതോ വലിച്ചു വാരി 2 points എഴുതില്ല, ടു ദ പോയിന്റ് ആയിരിക്കും. സോ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസെന്റ് ഓഫ് സാപ്പ് ആണ്. അപ്പോ നമ്മൾ എഴുതേണ്ടത് എന്താണ്? വാട്ട് ഈസ് എസെന്റ് ഓഫ് സാപ്പ്? നമ്മൾ എന്താണ് എഴുതേണ്ടത്? അവിടെ ആ എസെന്റ് ഓഫ് സാപ്പ് എന്താണെന്നും കൂടി എഴുതാം. എന്തെഴുതും? എന്തൊക്കെ എഴുതും? ഒന്ന് പറഞ്ഞേ. ഞാൻ ചോദിക്കണവര് പറയട്ടോ. അമാന എന്താണ് നമ്മള് വാട്ട് ഈസ് എസെന്റ് ഓഫ് സാപ്പ്? The upward movement of water to plants. Very good. Okay. ഇവിടെ ആൻസർ is somewhat okay, but ഞാൻ പറഞ്ഞല്ലോ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഇപ്പോ സ്വര എഴുതി അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ടു പ്ലാന്റ്സ് ഫ്രം റൂട്ട്സ്. വെരി ഗുഡ്. ഇവിടെ ഒന്നും കൂടി നമുക്ക് ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ആൻസർ ചെയ്യാം. കാരണം സാപ്പ് ഇൻ ദ സെൻസ് it's not only the water, minerals also there. So you can say the upward movement of water and minerals. ഇപ്പൊ കുറച്ചുകൂടി അവിടെ പെർഫെക്ഷൻ ആയി. ഓക്കെ, കാരണം നിങ്ങൾ കമ്പയർ ചെയ്യാ, ചിലപ്പോ ഇവരുടെ കീവേഡ് വെച്ചിട്ട് ഇവരുടെ മാർക്കിംഗ് സ്കീം വെച്ചിട്ടായിരിക്കും കമ്പയർ ചെയ്യപ്പെടുക. അപ്പൊ അവരതിൽ പറയുകയാണ്, ചിലപ്പോൾ മിനറൽസ് എഴുതിയിട്ടില്ലെങ്കിൽ ഒരു ഹാഫ് മാർക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് മാർക്ക് ഒന്നും പോവില്ല, എന്നാലും അപ്പൊ നമ്മൾ പെർഫെക്റ്റ് ടു ദ ആൻസർ ആയിട്ടിരിക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ അത് എഴുതാം. പിന്നെ അത് മാത്രമല്ല, അപ്പൊ ഒരു പോയിന്റ് അല്ല ആയിട്ടുള്ളൂ, ഒരു പോയിന്റ് ആയിട്ടുള്ളൂ. വേറെ എന്ത് എഴുതാം? എസെന്റ് ഓഫ് സാപ്പ് ഇൻ ദ സൈലം ടിഷ്യൂ ഓഫ് പ്ലാന്റ്സ് ഇസ് അപ്വേർഡ് മൂവ്മെന്റ് ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. വെരി ഗുഡ്, പെർഫെക്റ്റ്. upper part of the plant body. Very good, perfect. ഇനി ഞാൻ പറഞ്ഞു 1 മാർക്ക് ക്വസ്റ്റ്യന് 2 points കൂടി എഴുതുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതും? ആ അപ്വേർഡ് മൂവ്മെന്റിന് ഒന്നും കൂടി എന്തായിട്ട് എഴുതും? അപ്വേർഡ് ഡ്യൂ ടു ദ ട്രാൻസ്പിരേഷൻ ഫുൾ. ആ മൂവ്മെന്റിന്റെ പേരും കൂടി എഴുതാം, ഡ്യൂ ടു ദ ട്രാൻസ്പിരേഷൻ ഫുൾ. ഓക്കെ, കാരണം 2 points is very important. 2 points is needed. ഓക്കെ, അപ്പൊ അത്ര എഴുതാം. കറക്റ്റ് ആണ്. ഞാൻ ആൻസർ തരാട്ടോ, ആൻസർ കീ ഉണ്ടല്ലോ, ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ CBSE, അപ്പൊ അത് തരാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question, which is the major nitrogenous waste product in human beings? Very simple question. How is it removed from the body? ഇത് ഞാൻ പറയണ ഒരു വേഗം ആൻസർ ചെയ്തോളൂ. വേഗം ആര് പറയും? ആദർശ് പറയടാ.
It's very simple question. Which is the major nitrogenous waste product in human? Urea. Urine. Okay. ഇവിടെ മേജർ നൈട്രോജനസ് വേസ്റ്റ് പ്രൊഡക്റ്റ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, വേസ്റ്റ് ഇങ്ങനെയാണ് നമ്മളുടെ മാർക്ക് പോവാട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കാം. മേജർ നൈട്രോജനസ് വേസ്റ്റ് പ്രൊഡക്റ്റ് നൈട്രോജനസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ യൂറിയ ഇസ് ദ ആൻസർ. ഓക്കെ, യൂറിയ ആണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, യൂറിയ ഇസ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? യൂറിയ ഇസ് റിമൂവ്ഡ് ഫ്രം ദ ബോഡി ത്രൂ യൂറിൻ. ഓക്കെ, 2 points ആയില്ലേ? ഓക്കെ, അങ്ങനെയാണ് കേട്ടോ ആദർശ ആൻസർ എഴുതുന്നത്. എനിക്ക് തോന്നി അവിടെ എല്ലാവരോടും തെറ്റിക്കുന്ന നൈട്രോജനസ് അത് ആ പ്രോസസ് ആണ്. ശരിക്കും യൂറിൻ ആയിട്ട് പോകുന്ന ആ പ്രോസസ് നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ആ പ്രോസസ് ആണ് നമ്മൾ ആക്ച്വൽ നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യൂറിയ ആണ് നമ്മളുടെ ബോഡിയിൽ നിന്ന് യൂറിന്റെ ഫോമിൽ പോകുന്നത്. ഓക്കെ, അപ്പൊ യൂറിൻ എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഹാഫ് മാർക്ക് കിട്ടുള്ളൂ. യു ഹാവ് ടു റൈറ്റ് ദ മേജർ ആണ് ചോദിച്ചിരിക്കുന്നത്. മേജർ നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്റ്റ് ഇസ് യൂറിയ. Okay, why does lack of oxygen in muscles often lead to cramps among cricketers? എന്തുകൊണ്ടാ ബെൻഷ? മോളെ പറഞ്ഞോ, അറിയേണ്ടതാണെങ്കിൽ പറഞ്ഞോ. lack of oxygen, that is anaerobic respiration, muscles എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് cramps ഉണ്ടാകുന്നത് സ്പോർട്സ്മാൻസിൽ? Very important question. It release acid. Lactic acid produce lactic acid. Yes, conversion of due to lactic acid. So you have to write that conversion too. That is conversion of pyruvate to lactic acid in the absence of oxygen. അതായത് അവിടെ anaerobic respiration എന്താന്ന് എഴുതാം, ആ സ്റ്റെപ്പും കൂടി എഴുതാം. ഓക്കെ, അപ്പൊ 2 points ആയി. anaerobic respiration എന്താന്ന് എഴുതാം, ആ സ്റ്റെപ്പും കൂടി എഴുതാം, അതിനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. That is pyruvic acid is converted into lactic acid. Okay, fine. Next, which of the following are always at the second trophic level of food chains? ചോദിച്ചിരിക്കുന്നത് carnivorous, autotrophs and herbivorous. Which of the following are always at the second trophic level of the food chain? എങ്ങനെ വരും? ആര് വരും? പറഞ്ഞോ, ആരൊക്കെ ചോദിച്ചിരിക്കുന്നത്? Autotrophs, then herbivorous, then carnivorous. Very good, herbivorous. എല്ലാവരും ആൻസർ ചെയ്തു അല്ലെ? herbivorous. ഓക്കെ, എല്ലാവർക്കും തന്നെയാണ് കിട്ടിയത്. വെരി ഗുഡ്, herbivorous. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ആദിൽ, രണ്ടാതിലും പി ആണ്. ഭവൻസിൽ അതിൽ ആൻസർ ചെയ്യണം കേട്ടോ. അതിലെ കേട്ടോ, ഭവൻസ് അതിൽ കേട്ടോ. What will be the amount of energy available to the organisms of the second trophic level of a food chain if the energy available at the first trophic level is 10,000 joules? And the detail ആയിട്ട് പറഞ്ഞത് ആരും chat box ൽ അടിക്കരുത്. ആൻസർ പറഞ്ഞോ. സെക്കൻഡ് ട്രോഫിക് ലെവൽ ഇതേപോലെ തന്നെ ഫസ്റ്റ് ട്രോഫിക് ലെവൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ടു ദ ഓർഗൻസ് സെക്കൻഡ് ട്രോഫിക് ലെവൽ ഇഫ് ദ എനർജി അവൈലബിൾ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഇസ് 10,000. അപ്പൊ നമ്മളോട് എഴുതി നോക്കുക, ഇവിടെ 10,000 ജൂൾ ആണ്. സോ വാട്ട് വിൽ ബി ഇൻ ദ സെക്കൻഡ് ട്രോഫിക് ലെവൽ? അതിൽ ഞാൻ കണ്ടല്ലോ, പോയോ? അതിൽ ചോദിച്ചപ്പോൾ പോയോ? അരവിന്ദ്, കമോൺ റാം. ഹലോ, പറഞ്ഞോ. 1000 joule. എത്ര? 1000. വെരി ഗുഡ്, 1000. അപ്പൊ അങ്ങനെ മാത്രം എഴുതിയാൽ മതിയോ നിങ്ങളെ ആൻസറിൽ? പോരാ. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? ഓൺ അപ്ലൈങ് ദ 10% ലോ, അതും കൂടി അവിടെ എഴുതണം. ഓക്കെ, 10% ലോ അവിടെ എഴുതണം. അങ്ങനെ എന്ത് കിട്ടി നമുക്ക്? അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ ഇങ്ങനെ എഴുതാം, 10,000 ലോ 10% ലോ അപ്ലൈ ചെയ്തപ്പോ നമുക്ക് 1000 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ ഗ്രൂപ്പ് ആക്കുമ്പോ ഓരോ ഗ്രൂപ്പിനും
So I think it's a 44 students. Okay. ഞാനിപ്പോ ഗ്രൂപ്പ് ആക്കും നിങ്ങളെ. പഠിച്ചോ കാക്കടി, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഗ്രൂപ്പ് ആകാൻ പോണത് കേട്ടോ. ഞാൻ വളരെ വിദഗ്ധമായി യൂട്യൂബിലൊക്കെ റിസർച്ച് ചെയ്തിട്ട് കൊണ്ടുവന്നൊരു സാധനമാണ്. സുമി മാം ആണ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോ ഗ്രൂപ്പ് ആക്കും, നിങ്ങൾ സഹകരിക്കണം. അപ്പൊ എന്നിട്ട് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് തരും. ഈ സാമ്പിൾ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് തരും. നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കലി ആക്കാട്ടോ. ഞാൻ ഓട്ടോമാറ്റിക് കൊടുത്തിരിക്കുകയാണ്, ഞാൻ ആരെയും അസൈൻ ചെയ്യുന്നില്ല. ഇമീഡിയറ്റ്ലി ചിലപ്പോൾ 2-3 പേരൊക്കെ ആയിരിക്കും ഒരു ഗ്രൂപ്പിൽ ആവുന്നുണ്ടാവുക, അല്ലെങ്കിൽ 4 പേരൊക്കെ ആയിരിക്കും. അപ്പൊ ഇമീഡിയറ്റ്ലി നിങ്ങൾ തന്നെ ഒരു ലീഡർ ആവുക. എന്നിട്ട് ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, ആൻസർ കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, വർക്ക്ഔട്ട് ആവും. ഹായ്, ലിനോയ് കേൾക്കുന്നില്ലേ? യെസ് മാം. ഷെയർ ചെയ്യും. ഞാനിപ്പോ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ഞാനതിന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. അതിലൊരു പിക്ചറും കൂടി ഉണ്ട്, അതുകൊണ്ട് അതും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. കാണുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾക്ക്? ഇത് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഗ്രേസ്, നേഹ, ആദർശ്, തമീമ, അമൻ, ഫഹദ്. ഓക്കെ 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 ഗ്രേസ്, അപ്പൊ ആദ്യത്തെ ആൾ തന്നെ ഞാൻ വിളിക്കട്ടെ. ഗ്രേസ്, യു വിൽ ബി ദ ലീഡർ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ, ഒന്ന് വീഡിയോയിലൊക്കെ വന്നോ കേട്ടോ. അപ്പൊ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ക്വസ്റ്റ്യൻ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം, എന്നിട്ട് അതിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കുക, അതൊരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഈ ഡയഗ്രാം എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഈ ഡയഗ്രാം ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ മറ്റേ ഫോട്ടോസിന്തസിസ് ആൻഡ് രണ്ടാമത്തത് ഒരു ഡിം ആയിട്ടുള്ളത്. ഫോട്ടോ ഇതിൽ പേസ്റ്റ് ആവുന്നില്ല. ഓക്കെ, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ആൻഡ് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഗ്രേസ് എല്ലാവരുടെ അടുത്തുനിന്നും ആൻസേഴ്സ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, വീഡിയോ ഓൺ ആക്കാം, നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പരിചയപ്പെടുക, ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് വേഗം ഇതിനുള്ള ആൻസർ കണ്ടുപിടിക്കുക. 15 മിനിറ്റ്സ് തരും. ഓക്കെ, കണ്ടുപിടിക്കുക മാത്രമല്ല അതിൽ തറവാവാ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഞാൻ ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോട്ടെ. ഓക്കെ, ഹലോ, എല്ലാവരും വേഗം ഒന്ന് വീഡിയോ ഓൺ ആക്ക്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ഇടും, ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിൽ ഞാൻ ഓക്കെ ഞാൻ ലിനോയിനെ ലീഡർ ആക്കാണ്. ലിനോയിനെയാണ് എനിക്കിപ്പോൾ കാണുന്നത് ഫസ്റ്റ്. അപ്പൊ ലിനോയ്, യു വിൽ ബി ദ ലീഡർ. ഓക്കെ, ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടല്ലോ അല്ലേ?
ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. ഹായ്. അവിടേക്ക് പോയിട്ട് എത്തിയില്ല, അതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, 2 3 4 5 അല്ലേ, നിങ്ങൾ വേഗം ആ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക, അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് 15 മിനിറ്റ്സ് തരും. അത് കഴിയുമ്പോൾ എനിക്കത് അയച്ചു തരാം. ഓക്കെ, കിട്ടിയോ? ഓക്കെ, ഞാനിതിൽ ആദിലിനെയാണ് ഇപ്പൊ കാണുന്നത്. ആദിലിനെ ഞാൻ ലീഡർ ആക്കുകയാണ്. ആദിൽ പോയോ അപ്പോഴേക്കും? ഓക്കെ, അല്ലെങ്കിൽ മരിയ കേട്ടോ. അതിലില്ലാന്നുണ്ടെങ്കിൽ മരിയ, യു വിൽ ബി ദ ലീഡർ. ഒരു ഞാൻ ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ട്, കിട്ടിയില്ലേ? ഒരു അസേഷൻ ക്വസ്റ്റ്യനും പിന്നെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും കാണുന്നുണ്ടല്ലോ അല്ലേ ചാറ്റ് ബോക്സിൽ? യെസ് ആദിൽ, ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ അതിന് വേഗം നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ ആദിലും മരിയും കൂടി എല്ലാവരെയും പഠിപ്പിക്കുക. അത് എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും ഈ ക്വസ്റ്റ്യൻ thoroughആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത ഗ്രൂപ്പിലേക്ക് മൂവ് ചെയ്യാണ് കേട്ടോ. ആ മക്കളെ, നിങ്ങൾ ഗ്രൂപ്പ് 3 അല്ലേ? നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ തരും. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ഞാനിപ്പോ ചാറ്റ് ബോക്സിൽ ഇടും. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് അത് നന്നായിട്ട് പഠിക്കുക. ഞാനിപ്പോ എനിക്കിപ്പോ അമൃതേനെയാണ് കാണുന്നത്. അമൃതേനെ ഞാൻ പറഞ്ഞപ്പോഴേക്കും അമൃത പോയാണ്. ഇല്ല, അമൃതനെ ലീഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഫിഗർ ഔട്ട് ഞാനിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിനുള്ള ആൻസർ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിച്ച് എഴുതി വെക്കുക. അതിനൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെയും എല്ലാം നല്ലവണ്ണം ഡിസ്കസ് ചെയ്തിട്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അറൌണ്ട് ഒരു 5-6 പോയിന്റ്സ് കണ്ടുപിടിക്കുക, എഴുതി വെക്കുക. ഒരു 3 മെയിൻ പോയിന്റ്സ് ആയാലും മതി. ഓക്കെ, ഞാൻ ഇതിനൊരു ഇപ്പൊ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. ഒരു ബോക്സും കൂടി ഉണ്ട്, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രിന്റ് സ്ക്രീനോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക കേട്ടോ. ഇതൊന്ന് പ്രിന്റ് സ്ക്രീൻ എടുത്ത് വെച്ചോ. സ്റ്റഡി ദ ടേബിൾ ബിലോ ആൻഡ് സെലക്ട് ദ റോ ദാറ്റ് ഹാസ് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ. എല്ലാവരും അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അമീബ, ഹോളോസോയിക്, മഷ്റൂം, സാബ്രോഫൈറ്റിക്. കാരണം അതെനിക്ക് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് ഒന്ന് പോട്ടെ. ഓക്കെ, ആ മാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാരഗ്രാഫ് കണ്ടിട്ടില്ലേ, ഇത് വായിക്കാം. ഇത് വായിച്ചിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, 1 മാർക്ക് കിട്ടും. ദെൻ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്, രണ്ടാമത്തത്. ഈ 3 മാർക്സ് ക്വസ്റ്റ്യന് എന്ത് ചെയ്യാം, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, എല്ലാവരും അവരവരുടെ നോട്ട്ബുക്കിൽ ഇതിനുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാം. മാം, ടൈം റണ്ണിങ് ഔട്ട് ആണല്ലോ. മേലയില് 7 മിനിറ്റ് അങ്ങനെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. സാറില്ല, അത് നമുക്ക് നിങ്ങളൊരു 6-5 മിനിറ്റ്സ് എടുത്തോളാം. ഞാൻ എന്നിട്ട് വീണ്ടും നോക്കാം, വീണ്ടും കയറാം. ഓക്കെ ഓക്കെ ഓക്കെ. യെസ് ഡിയർ, നിങ്ങൾക്ക് ഞാൻ ഏത് ക്വസ്റ്റ്യൻ ആണ് തന്നത്? നിങ്ങൾക്ക് ഒട്ടും ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഇല്ല. ഞാൻ തന്നില്ലേ ലിനോയ്ക്ക്? ലിനോയുടെ ഗ്രൂപ്പ് എനിക്ക് ഓർമ്മയുണ്ടല്ലോ. തന്നില്ല? കിട്ടിയിട്ടില്ല. നിങ്ങൾ ഏതാ റൂം നമ്പർ? റൂം നമ്പർ 1 അല്ലേ? 1 സെക്കൻഡ് കേട്ടോ. ഞാനിപ്പോ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഒന്ന് വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ എല്ലാവരും. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അതായത് ഇത് നന്നായിട്ട് വായിക്കാം. ഈ റീഡ് ദ ഫോളോയിങ്, ദെൻ ആൻസർ ദിസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ് ഓർഗനൽ എന്ന് ചോദിച്ചിരിക്കുന്നത്, ഈ കാണിച്ചിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇത് പ്രിന്റ് സ്ക്രീൻ എടുത്തോളൂ.
അല്ലെങ്കിൽ ഞാൻ പിക്ചറും ബോക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ചാറ്റ് ബോക്സിൽ ഇട്ട് തരാം. ഇതെടുത്തോ, പ്രിന്റ് സ്ക്രീൻ എടുത്തോ? ഓക്കെ വർഷം, ഇതും കൂടി എടുത്തോ. ഈ ബോർഡും രണ്ട് ക്വസ്റ്റ്യൻ, 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ. ലിസ്റ്റ് 2 ഡിഫറെന്റ് ഫങ്ഷൻസ്. ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത ഗ്രൂപ്പിലേക്ക് പോട്ടെ കേട്ടോ. നിങ്ങൾക്ക് ഞാൻ തന്നോ? ഇല്ല മാം. ആ നിങ്ങൾക്ക് എത്തിയില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, 1 സെക്കൻഡ്. ഇതാണ്ടോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഒന്ന് പ്രിന്റ് സ്ക്രീൻ എടുത്ത് വെച്ചോളൂ. ആ ബോക്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി, ബാക്കി ഞാൻ വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ട് തരാം. Yeah, this is your question. ഇതിലാരാ? ഞാൻ സോനനെ കാണുന്നത്. സോന, യു വിൽ ബി ദ ലീഡർ. ഓക്കെ, അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, ആൻസർ ഡിസ്കസ് ചെയ്യുക, എന്നിട്ട് നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ ആൻസർ. ഞാൻ ടൈം ഇട്ടത് കുറച്ച് എല്ലാവരിലേക്ക് പറഞ്ഞെത്തിയപ്പോൾ ഡിലേ, 2 minutes ഉള്ളോ, സാറില്ല, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ ഓക്കെ, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ? ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത ഗ്രൂപ്പിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ. എന്തായി ഗ്രേസ്? ആ മിസ് കഴിഞ്ഞു. മിസ് 4th ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ഇൻകംപ്ലീറ്റ് ആണ് എനിക്ക് തോന്നുന്നത്. വോട്ടൊന്നും കൂടി അവിടെ ഇട്ടിട്ടുണ്ട്. അതെ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ടൈം അതിന്റെ പേര്, അപ്പൊ കുഴപ്പമില്ല, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഞങ്ങളുടെ കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. എന്തായി ആദിൽ, നിങ്ങളുടെ കഴിഞ്ഞോ? യെസ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എന്തായി മരിയ, അല്ല സോറി അമൃത, ജിഗ്യ? യെസ് മാം, ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങി. 3 മാർക്കാണ് തുടങ്ങിയത്. ഓക്കെ ഓക്കെ ഓക്കെ, ടൈം ചെയ്യാറായി, കുഴപ്പമില്ല. ഇത് ടൈം പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. കുഴപ്പമില്ല, നിങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ. ജസ്റ്റ് 10 seconds കൂടി ഉള്ളൂ. എനിവേ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ മാം.
മാം കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? ഞാനിപ്പോ ഇവിടെ കീപ്പ് കൊടുത്തു. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് കഴിഞ്ഞവര് പറയട്ടോ. ഓക്കെ മാം. ഓക്കെ. നന്ദിത ഞാൻ നോക്കണ്ട, ഒരു മിനിറ്റ്. എന്തായി മക്കളെ, കഴിഞ്ഞോ? വർഷ, അഷിത എവിടെ പോയി? ലീഡർ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. Yes, Grace, it's finished. Yes. Tamima, Hadi. ഇവരെയൊക്കെ കിട്ടിയോ? ഹാദി, ആദർശ്, സ്നേഹ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല? യെസ് ആദർശ്. ഓക്കെ. തമീമ, യെസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ്, അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാ, നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഔട്ട് റൂം ഞാൻ ക്യാൻസൽ ചെയ്യാണ്. A 6-carbon molecule into a 3-carbon molecule called pyruvate. This process takes place in cytoplasm. Then the pyruvate may be converted into ethanol, ethanol, and carbon dioxide. This process takes place in yeast during fermentation. Since this process takes place in the absence of air, it is called anaerobic respiration. Breakdown of pyruvate using oxygen takes place in mitochondria. This process breaks up the 3-carbon pyruvate molecule to give 3 molecules of carbon dioxide. The other product is water. ആ പാരഗ്രാഫ് ഫുള്ള് പഠിക്കാം. അതോടെ വരെ മതി. പിന്നെ അതിന് ശേഷമുള്ള ആ പാത്വേ റെപ്രസെന്റ് ചെയ്യണതില്ലേ ഇക്വേഷൻ ആയിട്ട്, അമൃത നമ്മൾ തിരിച്ചെത്തിട്ടാ. യാസിൻ ഹക്കീം, can you repeat? അമൃത എവിടെ പോയോ? ഓക്കെ. ടൈം തികഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലെ ലാസ്റ്റ് കിട്ടിയവർക്ക്? സോനയുടെ ഗ്രൂപ്പിന് ടൈം കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ. അതിങ്ങനെ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിന്റെ എണ്ണം കുറച്ചാൽ മതിയായിരുന്നു. എനിവേ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഹൗ വാസ് ഇറ്റ്? നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ? ഹൈ, റോഷനൊക്കെ ചിരിക്കാണ്. എന്തേ ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞത്? എന്നാണ് അറിഞ്ഞത്, ലാസ്റ്റ് ആയി പോയത്. ദാസനോ വിജയനോ അറിയില്ല. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് നോ ഇഷ്യൂസ്. അമൃത, ഞാൻ നോക്കാം അമൃത വൻ ക്ലാസ് എടുക്കല്. അമൃത അറിഞ്ഞിട്ടില്ല നമ്മളെല്ലാരും തിരിച്ച് ഗ്രൂപ്പിലേക്ക് വന്നത്. വായിച്ചു ശ്രദ്ധിച്ചില്ല. ഓക്കെ, അപ്പൊ ഞാന് ഇനി നമ്മുടെ ഫസ്റ്റ് നമ്മള്
ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്? ഓരോ ലീഡേഴ്സും പറയും. ഗ്രേസ് എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്? ഈസി ആയിരുന്നു? നല്ല ഈസി ആയിരുന്നു. ഓക്കെ, പിന്നെ ആരായിരുന്നു? സോന? ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുഴപ്പമില്ല. മരിയ? അതിൽ? മരിയ അതിലായിരുന്നില്ലേ? ഈസി ആയിരുന്നു, കുഴപ്പമില്ല. പിന്നെ ആരായിരുന്നു? അമൃത? ആ മാം ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു. ടൈമിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എല്ലാവരും ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് പേർക്ക് പറ്റിയില്ല. ഓക്കെ ഫൈൻ. ലിനോയ്? നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് നിങ്ങളുടെ മെമ്പേഴ്സുകൾ എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻസ്, അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തറവായില്ലേ, അതിനാ ക്വസ്റ്റ്യൻസ് കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇപ്പൊ അനാൻ, അമനസ്? ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും നമുക്കിപ്പോ ആകെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് അല്ലേ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യല്ല, ഞാൻ ഡിസ്കസ് ചെയ്യല്ല, നമ്മൾ പഠിച്ചു പോവാം. ഓക്കെ, നമ്മൾ എന്തായാലും 1.5 hours ടൈമിനോട് ഇരിക്കുകയാണ്, അപ്പൊ നമ്മളത് പഠിക്കാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത 1 മാർക്ക് ആ 6 ക്വസ്റ്റ്യൻസ് തറവായല്ലോ. ഇൻ വിച്ച് ഫോംസ് ഡു മോസ്റ്റ് പ്ലാന്റ്സ് അബ്സോർബ് നൈട്രോജൻ? വാട്ട് ഈസ് അസെന്റ് ഓഫ് സാപ്പ്? വരുന്നുണ്ടല്ലോ, വിഷ്വൽ വരുന്നുണ്ടല്ലോ. വിച്ച് ഈസ് ദ മേജർ നൈട്രോജനസ് വേസ്റ്റ് പ്രോഡക്റ്റ്? യൂറിയ. തെറ്റിക്കരുത്, യൂറിൻ ആക്കരുത്. വൈ ഡസ് ലാക്ക് ഓഫ് ഓക്സിജൻ മസിൽസ്? അതറിയാം. ദെൻ ഏതാണ് സെക്കൻഡ് ട്രോഫിക് ലെവൽ വരുന്നത്? പിന്നെ 10% ക്ലിയർ. ഈ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് അതായത് അസേർഷൻ റീസൺ കിട്ടിയ ആളുകൾ കേട്ടോ, കിട്ടിയ ആളുകളുടെ ലീഡർക്ക് പറയാം, അല്ലെങ്കിൽ ലീഡർക്ക് ഒരാളെ അസിസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, സോ ദ 7th question. Mutation. Assertion is a mutation is sudden change in the genetic material. Reason പറഞ്ഞിരിക്കണേ, variation is useful for the survival of species over time. Question എല്ലാവരും ശ്രദ്ധിക്കാം. Mutation is sudden change in the genetic material. അതിന്റെ ആൻസർ എന്താണ്? ഇത് കിട്ടിയ ആളുകൾ ആരാ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. ലീഡേഴ്സ്? അത് മറന്നുപോയോ? ഇതാർക്ക് കിട്ടിയേ? ആർക്കും കിട്ടിയില്ലേ? യെസ് മരിയ? ഞങ്ങൾക്ക് കിട്ടിയ. വെരി ഗുഡ്. പറഞ്ഞോ, അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞോ. മ്യൂട്ടേഷൻ ഇസ് സഡൻ ചേഞ്ച് ഇൻ ദ ജനറ്റിക് മെറ്റീരിയൽ. കറക്റ്റ് ആണോ? യെസ്. അതിന്റെ ആൻസർ എന്താണ് നിങ്ങൾക്ക് കിട്ടിയത്? Assertion and reason are true, but a reason is not correct. Very good, very good. That is mutation എന്ന് പറയുന്നത് sudden change in the genetic material. That is true. Reason പറഞ്ഞിരിക്കുന്ന variation is useful for the survival of species. നമ്മൾ പഠിക്കുന്നുണ്ട് variation ആണ് സർവൈവ് ചെയ്തത്. So both are true, but correct explanation അല്ല. So the answer is B. Very good, correct ആണ്. Next question നോക്കിക്കോളൂ. ആർക്കാണ്? Man is a herbivore. Reason പറഞ്ഞിരിക്കുന്ന omnivores eat both plant parts and meat of animals. എന്താണ്? Man is herbivore. Herbivore ആണോ man? ആർക്ക് കിട്ടിയത്? ആർക്ക് കിട്ടിയത്? ആർക്കാ? ആർക്കും കിട്ടിയില്ലേ? എനിവേ, man is herbivore ആണോ? Man herbivore ആണോ? അല്ല. Reason omnivores eat both plant parts and meat of animals. അപ്പൊ എന്താണ്? അത് കറക്റ്റ് ആണ് അല്ലെ? റീസൺ കറക്റ്റ് ആണ്. അപ്പൊ എ assertion is wrong and reason is true. അപ്പൊ എന്താ വരാ ആൻസർ? ഓപ്ഷൻ ബി അല്ല സോര, ഡി ആണ് വരാ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് assertion. ഞാൻ പറഞ്ഞത്. ഓഹോ, ഓക്കെ ഓക്കെ ഓക്കെ. താഴെ വന്നിട്ടുണ്ട് എ is false but yes yes R is true. Very good. Okay, so D is the answer. The next question or question ആയിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ. ഞാൻ നമ്പർ ഇട്ടുന്നേ ഉള്ളൂ, ശരിക്കും ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നതാണ്. assertion definitely ബയോളജി കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. The food in the ecosystem is preserved in a linear fashion. ശ്രദ്ധിക്കാം, കറക്റ്റ് ആണ് അല്ലെ? Food in the ecosystem is preserved in a linear fashion ആണ്. Reason plant use the solar energy in reducing carbon dioxide to carbon. എന്താണ് ആൻസർ വരിക? ഇത് കിട്ടിയത് ആർക്കാ?
ഇതാർക്കാ കിട്ടിയ? ഇപ്പൊ ആർക്കൊന്നും കിട്ടിയില്ലേ? ദിൽഷ പറയും. The food in the ecosystem is preserved in a linear fashion. Plants use the solar energy in reducing carbon dioxide to carbon. എന്താ ആൻസർ വരിക? ഇക്കോസിസ്റ്റം, ഫുഡ് ചെയിൻ, അതൊരു ലീനിയർ ഫാഷൻ ആണ് അല്ലെ? കറക്റ്റ് ആണ്. പ്ലാന്റ് സോളാർ എനർജി യൂസ് ചെയ്യുന്നുണ്ട്, അതെന്താണ്? യെസ്, എക്സാക്ട്ലി. ഇൻഓർഗാനിക് ഇതിനെ കാർബൺ ഡൈ ഓക്സൈഡിന് റെഡ്യൂസ് ചെയ്തിട്ട്. ആ, അപ്പൊ രണ്ടും കറക്റ്റ് ആണ്. അവിടെ അസേർഷനും റീസണും കറക്റ്റ് ആണ്, പക്ഷെ എക്സ്പ്ലനേഷൻ കറക്റ്റ് അല്ല. ഓക്കെ, അപ്പൊ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബെൻഷ ആൻസർ ചെയ്യണം കേട്ടോ. റീഡ് ദ ഫോളോയിങ്. കാണുന്നുണ്ടല്ലോ അല്ലെ? ഫുള്ള് കാണുന്നുണ്ടല്ലോ അല്ലെ നിങ്ങക്ക്? ഓക്കെ, വായിച്ചോളൂ. എനർജി is needed to maintain a state of order in our body. Okay. Energy is needed to maintain a state of order in our body. The source of energy and materials is the food we eat. Some organisms use simple food material obtained from inorganic sources, and other organisms utilize complex substances. Arana organisms? Arana simple inorganic sources? Arana? Autotrophs. Autotrophs, very good. These complex substances have to be broken down into simpler ones before they can be used for the upkeep and growth of the body. Question is, all non-green organisms fall under the category of, പറഞ്ഞോളൂ ബെൻഷ, ഏതിലാ വരാ? Non-green organisms. Question ചോദിക്കാം. Option B. Very good, B. That is heterotrophs. Heterotrophs is the answer. Okay. അപ്പൊ അത്രയേ ഉള്ളൂ. ആ heterotrophs അങ്ങനെ എഴുതാം. എന്നിട്ട് ഓൾ നോൺ ഗ്രീൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അത് എഴുതിയിട്ട് അതിന്റെ ആൻസർ എഴുതാം കേട്ടോ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണല്ലോ. All non-green organisms fall under the category of heterotrophs as they depend on other organisms in order to obtain food. Okay, next question. തമീമ ആൻസർ ചെയ്യണം കേട്ടോ. തമീമ, the diagram below is an experiment conducted to study a factor necessary for photosynthesis. The test performed on the leaf and the solution used for the test are respectively. See the photosynthesis. This is the test ആയിരിക്കും. ടെസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും തമീമ? തമീമില്ലേ? നന്ദിത, എന്ത് ടെസ്റ്റ് ആയിരിക്കും? മിസ് എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. ആ, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞുതരാം. പിന്നെ യാസീൻ, ഇതറിയാൻ നോക്കിയടാ. എന്ത് ടെസ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക്. The test performed on the leaf and the solution used for the test are, അറിയാൻ നോക്കിയേ. സ്റ്റാർച്ച് ടെസ്റ്റ് ചെയ്യണല്ലേ? വെരി ഗുഡ്. സ്റ്റാർച്ച് ടെസ്റ്റ് ആണ് എ വരുന്നത്. യെസ് അമാൻ, നെക്സ്റ്റ് ഏതാണ്? അടുത്തത് ഏതാണ് പറയുന്നത്? ഒരെണ്ണം സ്റ്റാർച്ച് ടെസ്റ്റ് കറക്റ്റ് ആണ്. സിംഗിൾ അമാൻ ട്ടോ, ട്രിപ്പിൾസിനല്ല, സിംഗിൾ അമാൻ. പോയോടാ അമാൻ? പോയോ? ഈഥൈൽ ആൽക്കഹോൾ.
ഓക്കെ. സുഹൃത എന്താ വരാ? ഈതയിൽ ആൽക്കഹോൾ ആണോ? ആകാശ് പെട്ടെന്ന് പോരട്ടെ. ചാറ്റെങ്കിൽ ചാറ്റ്, അൺമ്യൂട്ടെങ്കിൽ അൺമ്യൂട്ട്, ഏതെങ്കിലും. രാജലക്ഷ്മി കമോൺ. എല്ലാവരും എവിടെ പോയി? Your internet connection is unstable. Amrita, what is the answer? Potassium iodide അല്ലേ മാം? Yes, exactly. Potassium iodide. കാരണം ഇവിടെ കണ്ടോ, ഇത് സ്റ്റാർച്ച് ടെസ്റ്റ് ആണ്. ഇത് ഓക്കെ, ഇത് കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ്? ഈതയിൽ ആൽക്കഹോൾ അമാൻ, ഈതയിൽ ആൽക്കഹോൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എക്സാക്ട്ലി ആ ഗ്രീൻ കളർ പോകാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ഒരു ടെസ്റ്റിന്റെ ഉള്ളിൽ ഒരു സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഏത് ടെസ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ കൺഫ്യൂഷൻ ആവരുത്. ഇത് സ്റ്റാർച്ച് ടെസ്റ്റും മറ്റേത് പൊട്ടാഷ്യം അയോഡൈഡ്. നമ്മൾ ആ ജാറിന്റെ ഉള്ളിൽ പൊട്ടാഷ്യം അയോഡൈഡ് വെച്ചിട്ട് നമ്മൾ ഫോട്ടോസിന്തസിസ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആ ടെസ്റ്റ് ഇല്ലേ, അത്. ഓക്കെ, അപ്പൊ അവിടെ കൺഫ്യൂഷൻ ആവരുത്. സ്റ്റാർച്ച് ടെസ്റ്റ് ആൻഡ് പൊട്ടാഷ്യം അയോഡൈഡ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഡയഗ്രാം നന്നായിട്ട് നോക്കുക. ഡയഗ്രാം തന്നിട്ടുണ്ട്. ഡയഗ്രത്തിൽ ഇത് ഇവിടെ എക്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ എക്സ്, അത് ആരാണ്? ഇതാര് പറയും? ഗ്രേസ്, എന്താണ് എക്സ്? ക്ലോറോപ്ലാസ്റ്റ് അല്ലേ? വെരി ഗുഡ്, ക്ലോറോപ്ലാസ്റ്റ്. ഓർഗനൽ ആണ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ബി ഈസ് ദി ആൻസർ. എക്സ് റെപ്രസെന്റ്സ്. അപ്പൊ നിങ്ങൾ അവിടെ എഴുതുക, വെറുതെ ബി ക്ലോറോപ്ലാസ്റ്റ് എന്നല്ല എഴുതുക. ആൻസർ ഇസ് ബി എന്നിട്ട് എഴുതുക. The given diagram X represents chloroplast, that is the cell organelle contain. കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എഴുതാം, കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റോഷൻ ആൻസർ ചെയ്യണം കേട്ടോ. Which of the following statement are true about stomata? Stomata നന്നായിട്ട് ആലോചിക്കുക. What is stomata എന്നുള്ളത്? These are the tiny pores present on the surface of the leaves. ആണോ? എന്താണ്? കറക്റ്റ് ആണ് അല്ലേ? റോഷൻ പോയോ? സെക്കൻഡ് എന്താ ചോദിച്ചിരിക്കുന്നത്? Through this massive amount of gaseous exchange takes place. Correct അല്ലേ? Stomata. Second is also right. Plants open these pores when carbon dioxide is not required for photosynthesis. Plant open these pores when carbon dioxide is not required for photosynthesis. Doubt ഉണ്ട് അല്ലേ? അതിനോട് നിർത്താം. God cells operate the opening and closing of these pores. കറക്റ്റ് ആണ്. അപ്പൊ ഈ മൂന്നും കറക്റ്റ് ആണ്. അപ്പൊ എന്താണ് ആൻസർ വരിക? ആൻസർ എന്താണ് വരിക? ട്രൂ. ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് വെരി ഗുഡ്. ആൻസർ ഇസ് ഡി. യാ, വെരി ഗുഡ്. കാരണം എന്താണ്? പ്ലാന്റ്. കാരണം എന്താണ്? റോഷൻ പോയോ? Plant closes these pores when it does not need carbon dioxide for photosynthesis. Close ചെയ്യാണ് ചെയ്യുക അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് അത് ഓപ്പൺ ആവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. Plants open these pores when carbon dioxide is not required. Okay, അപ്പോ ശരിക്കും എന്താണ് സംഭവിക്കുക? ക്ലോസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, then ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകട്ടെ. ഇത് ഇങ്ങനെ ബ്രെയിനിലോട്ട് എടുക്കുക നിങ്ങൾ. കാരണം നിങ്ങൾ ഇനി ചിലപ്പോൾ സാമ്പിൾ പേപ്പേഴ്സ് ഒന്നും നോക്കാനൊന്നും പോകുന്നുണ്ടാവില്ല. ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യുക, നന്നായിട്ട് ബ്രെയിനിലേക്ക് എടുക്കുക തറവായിട്ട്. സ്റ്റഡി ദ ടേബിൾ ബിലോ. കാരണം എത്ര സിമ്പിൾ ആ നോക്കുക. 5 മാർക്ക് നമുക്ക് ഇങ്ങോട്ട് സ്കോർ ചെയ്യാം.
Study the table below and select the row that has the incorrect information. ഏതായിരിക്കും വരിക? നിതാര, ഏതാ നിതാര വരിക? Option D, lion, parasitic. Very good. Lion parasite is the answer. Okay. Amoeba holozoic ആണ് നമുക്കറിയാം. Mushroom is a saprophyte നമുക്കറിയാം. Lice parasite ആണ്. Okay, very good. So D is the answer. Okay, then അടുത്തത് ഹൈഫ പറയട്ടാ. 2 mark question. ഹൈഫ ശ്രദ്ധിച്ചോട്ടാ question. How does water affect the rate of photosynthesis in plants? How does water affect the rate of photosynthesis plants? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അത് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വാട്ടർ എഫക്ട് ചെയ്യണേന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ അതിന്റെ യൂസോ ഒന്നുമല്ല. ഇത് ഇതാർക്കാ? നോ ഇഷ്യൂസ് അതിൽ, നോ ഇഷ്യൂസ്. വീഡിയോ ഓഫ് ആക്കിക്കോ. നോ ഇഷ്യൂസ് പറഞ്ഞല്ലോ, ദാറ്റ്സ് ഗുഡ്. ഇത് ഹൈഫ ഇതിന്റെ കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുമോ? ഇത് ആർക്കാ കിട്ടിയത്? ഏത് ഗ്രൂപ്പുകാർക്കായി ക്വസ്റ്റ്യൻ കിട്ടിയത്? യദുശ്രീക്ക? ഗ്രേസിന്റെ ഗ്രൂപ്പ്. ഗ്രേസിന്റെ ഗ്രൂപ്പ്. അപ്പൊ ഗ്രേസ് നേരത്തെ ആൻസർ ചെയ്തു. ഗ്രേസിന്റെ ഗ്രൂപ്പിലുള്ള ഒരാളെ ഗ്രേസ് തന്നെ വിളിച്ചോളൂ, അല്ലെങ്കിൽ ആരെങ്കിലും ചാടി പറയും. കിട്ടണമെന്നില്ല. മൂവ് ഫോർവേഡ്, അത്രേ ഉള്ളൂ. ഗ്രേസിന്റെ ഗ്രൂപ്പിൽ ആരാ? എന്റെ ഡേറ്റ പ്ലാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇത് ഓഫ് ആയിട്ട് പിന്നെയും ഓൺ ആയി അങ്ങനെ വരും. എനിക്കിപ്പം സ്ക്രീൻ ഷെയറിംഗ് പോലും കാണാൻ പറ്റുന്നില്ല. ഇതാരത്? മിസ് ഞാനാ, ഗ്രേസാ. അതിലെനിക്ക് വോയിസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. എനിക്ക് വീഡിയോ ഇവിടെ സ്ക്രീൻ ഷെയറിംഗ് ഒന്നും വരുന്നില്ല. നെറ്റ് തീർന്നു, നെറ്റ് സ്ലോ ആയി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഇന്ദ്ര പോയോ? മിസ് ഞാൻ ലീവ് ചെയ്തോട്ടെ, എന്ത് ചെയ്ത് എനിക്ക് സ്ക്രീൻ ഷെയറിംഗ് പോലെ കാണാൻ പറ്റുന്നു. നോ ഇഷ്യൂസ്. ഇന്ദ്ര പോയോ വീഡിയോ ഓഫ് ആക്കിയിട്ട്? അല്ല, നിങ്ങൾ ഈ വീഡിയോ ഓഫ് ആക്കിയിട്ട് പോകുന്നുണ്ട് അല്ലേ? റോഷൻ എന്തൊക്കെയാണ് പോയത്? ഹലോ ഹലോ ഇന്ദ്ര. ഹലോ മാം. യെസ് യു ക്യാൻ ഹിയർ. ഹലോ. പറഞ്ഞോ. Water is needed for the photosynthesis activity, for the closing and opening of stomata, and in upward movement of water. Yes, very good. അതൊക്കെയല്ലേ? Yes, very good. Correct ആണ്. Answer correct ആണ്. Yes. ഇവിടെ വന്നിട്ടുണ്ടല്ലോ. Water controls the opening and closing of stomata. It controls the temperature and metabolic activities. Very good. ആ രണ്ട് പോയിന്റ് ആണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ ചിലപ്പോ വാട്ടർ എഫക്ട് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫോട്ടോസിന്തസിസ്, വാട്ടറിന്റെ യൂസ് അങ്ങനെയൊക്കെ എഴുതിയിരിക്കും. പക്ഷെ എക്സാക്ട് പോയിന്റ് ഇതാണ്. കാരണം എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് വാട്ടർ വരുമ്പോഴാണ് എന്താണ് സ്റ്റൊമാറ്റ ഓപ്പൺ ആവുക. ഓക്കെ, അതല്ലെങ്കിൽ കുറച്ച് ഓപ്പൺ ആവുള്ളൂ. ഡെഫിഷ്യൻസി ഓഫ് വാട്ടർ എന്നത് ഷ്രിങ്ക് ആവും. ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ക്ലോസ് ആയിട്ട് മാറും, ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിന് കറക്റ്റ് ആ ഒരു വിഷ്വലാണ് നിങ്ങൾക്ക് വരുന്നത്. വാട്ടർ ഇല്ലെങ്കിൽ ഹൗ ഡസ് ദ വാട്ടർ എഫക്ട് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളിങ്ങനെ വാട്ടർ ഇല്ലാത്തൊരു അവസ്ഥ. നമ്മൾ ഈ മാങ്ങയൊക്കെ ഉപ്പിലിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കൺസെപ്റ്റ് ക്ലിയർ ആവാത്ത ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് പേര് ഡൗട്ട് ഉണ്ടാവും. ആ കൺസെപ്റ്റ് ക്ലിയർ ആവുണ്ടാവില്ല. അതായത് വാട്ടർ തീരെ ഇല്ല, നമ്മൾ ഈ മാങ്ങയൊക്കെ ഉപ്പിലിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഷ്രിങ്ക് ആവും. അപ്പൊ വാട്ടർ തീരെ ഇല്ലാത്ത സമയത്ത് സ്റ്റൊമാറ്റോ കൂടെ കംപ്ലീറ്റ് ഷ്രിങ്ക് ആയിട്ട് വരികയാണ്. ഓക്കെ, ക്ലോസ് ആവും. സ്റ്റൊമാറ്റോ കംപ്ലീറ്റ് അങ്ങോട്ട് ക്ലോസ് ആവും. പിന്നെ എന്താ സംഭവിക്കുക? ക്ലോസ് ആയി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഗോട്ട് ഇറ്റ്? അതാണ് കറക്റ്റ് കൺസെപ്റ്റ്. അതാണ് കേട്ടോ എഴുതേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ അമാന? ക്ലിയർ? ഓക്കെ, ശരി. അപ്പൊ ആ രണ്ട് പോയിന്റ് എഴുതാം കേട്ടോ. എന്താണ് സംഭവിക്കുന്നത്? ഷ്രിങ്ക് ആവും, വാട്ടർ ഇത് വരുന്ന ഷ്രിങ്ക് ആവും, സ്റ്റൊമാറ്റോ ക്ലോസ് ആവും, കാർബൺ ഡൈ ഓക്സൈഡിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. List 2 different functions performed by pancreas in our body. വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അതിന്റെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതാരാ പറയാ? സാനിയ മോളെ ഒന്ന് പറയും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ഇതിന്റെ പേര്? ഫങ്ഷൻസ് ആണ് പാൻക്രിയാസിന്റെ.
ആ കറക്റ്റ് ആണ്. Trypsin and lipase. വെരി ഗുഡ്. ആ ട്രിപ്സിന്റെ ഫംഗ്ഷൻ It will break down the protein. വെരി ഗുഡ്. ആ then Lipase will act on the emulsified fat. well done, very good. Okay, പിന്നെ ഇവര് ഇതില് വേറൊരു പോയിന്റും കൂടി പറഞ്ഞിട്ടുണ്ട്. The endocrine part of pancreas, നമ്മുടെ ലാംഗർഹാൻസ് സെൽസ് എന്നൊക്കെ പറയും, അവര് പ്രൊഡ്യൂസ് ഹോർമോൺസ് ലൈക്ക് ഗ്ലൂക്കഗോൺ ആൻഡ് ഇൻസുലിൻ. ആ ഒരു പോയിന്റും കൂടി പഠിച്ചു വെക്കുക. ലാംഗർഹാൻസ് സെൽസ് അതായത് പാൻക്രിയാസിന്റെ എൻഡോക്രൈൻ പാർട്ടാണ്. എൻഡോക്രൈൻ പാർട്ട് ഓഫ് പാൻക്രിയാസ് സെൽസ് പ്രൊഡ്യൂസ് ഹോർമോൺസ് ലൈക്ക് ഗ്ലൂക്കഗോൺ ആൻഡ് ഇൻസുലിൻ. അത് പോയിന്റും കൂടി അവിടെ നിന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതും ഇതില് ഇവര് മാർക്കിംഗ് സ്കീമിൽ കൊടുത്തിട്ടുണ്ട്. The next question, very good Sania. Next question, what is peptic ulcer? What is peptic ulcer? How is peptic ulcer caused? ഇത് നമ്മൾ ഡിസ്കസ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് പെപ്റ്റിക് അൾസർ. പെപ്സിന് എവിടെയാണ് വരുന്നത്, അൾസർ എവിടെയാണ് വരുന്നത്, അതിനൊന്ന് കണക്ട് ചെയ്യാം. നമുക്കിങ്ങനെ നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ ഇങ്ങനെ അൾസർ വരില്ലേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾസർ ഓൺ ദ ഇന്നർ ലൈനിങ് മെംബ്രെയിൻ ഓഫ് ദ സ്റ്റൊമക്. ഓക്കെ, അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. അൾസേഴ്സ് ഓൺ ദ അൾസേഴ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കുരുക്കളാണ് ഉദ്ദേശിക്കുന്നത്. Ulcers on the inner lining of the stomach is called peptic ulcer, and it is caused by, and the reason എന്താണ്, high acidity of gastric juice secretion. അതായത് HCl അല്ലെങ്കിൽ other gastric juices എല്ലാം high concentration secretion ആവാം. അതാണ് പറയുന്നത്. നമ്മളിങ്ങനെ പറയും, കുറെ പച്ചമുളകൊക്കെ തിന്നണവരോ ഒരുപാട് എരിവ് കഴിക്കുന്നവരടുത്തൊക്കെ നമ്മൾ പറയും അൾസർ വരും കേട്ടോ എന്ന് പറയും. അതാണ് സംഭവം. ഈ നമ്മൾ ചില്ലീസ് ഒക്കെ ഒരുപാട് കഴിക്കുന്ന സമയത്ത് എന്താണ് ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ കോൺസെൻട്രേഷൻ കൂടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യൻ. വേഗം പറഞ്ഞോളൂ. ഇത് ഞാര് പറയും, ആരെ പറയാത്ത? ക്യാമറ ഓൺ ആക്ക് മക്കളെ. ബോസ്കോ കമോൺട്രാ. ബോസ്കോ ഉണ്ടാ? ശരി, ഒക്കെ വെള്ളി വീഴണല്ലോ. ക്യാമറ ഓൺ ആവും, ക്യാമറ ഓൺ ആക്ക്. ബോസ്കോ നീ ഉണ്ടോ അവിടെ? വെരി ഗുഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്ക് ആണെങ്കിലും പേടിക്കണ്ട. Explain the process of aerobic respiration in mitochondria of a cell and anaerobic respiration in yeast and muscle with the help of word equations. അപ്പോൾ എന്തൊക്കെ എഴുതും? 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വേർഡ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർമുല പോലെ ഇക്വേഷൻ ഫ്ലോ ചാർട്ടിൽ എഴുതാന്നാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. സെന്റൻസുകളായിട്ടല്ല, വേർഡ് ഇക്വേഷൻ. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫിഗർ ഔട്ട് ചെയ്ത് മാത്രം മതി. ഏത് എഴുതൂടാ, ജസ്റ്റ് പറഞ്ഞാ മതി. പോയോ നീ? എവിടെ പോയി ബോസ്കോ? നിന്നെ ഞാൻ കണ്ടിട്ടില്ല, ഒന്ന് വീഡിയോയിൽ വന്നേ. എവിടെ? ഹലോ. നിന്റെ ഉറ്റ സുഹൃത്ത് വീഡിയോ ഓൺ ആക്കിയിട്ടില്ലല്ലോ, മെൽവിൻ. എവിടെ പോയി? നിങ്ങൾക്കൊക്കെ വീഡിയോ ഓൺ ആക്കാല്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ റേഞ്ച് പ്രോബ്ലം കാരണമാണെന്ന്. എന്താ നോക്ക്, ലാസ്റ്റ് ക്ലാസ് ആയി. ഫ്രണ്ട് വന്നപ്പോ നീ വീഡിയോ ഓൺ ആക്കിയുള്ളൂല. ഞങ്ങളാരെയും പിടിക്കില്ല. ഓഫാക്കി പോയോ? ഓക്കെ, ഇത് വേർഡ് ഇക്വേഷൻസിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആസ് യൂഷ്വൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എഴുതാറില്ലേ. ഗ്ലൂക്കോസ് 6 carbon compound converted into pyruvate 3 carbon. ഇവിടെ എന്താ നമ്മളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഞാൻ ഓർമ്മയുണ്ടാ? വല്ലതൊക്കെ ഓർമ്മയുണ്ടാ? ഇവിടെ എന്താണെന്ന് പറഞ്ഞു തന്നേക്കണേ? സൈറ്റോപ്ലാസം. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ 3 സ്റ്റെപ്പ്? പറ. സിമ്പിൾ ആണ്. Absence of oxygen, yes. Presence of oxygen, lack of oxygen, and absence of oxygen. Presence of oxygen എന്ത് വരും?
H2O, carbon dioxide, and energy. Lack of oxygen, lactic acid. ഇതിനൊക്കെ ഒരു ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഞാൻ പറഞ്ഞു തന്നത് ലാക്ടിക് ആസിഡും എനർജി മാത്രമേ ഇവിടെ വരുള്ളൂ. തെറ്റിച്ച് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരിക്കലും എഴുതരുത്. എപ്പോഴും ശ്രദ്ധിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാത്ത ഒരേ ഒരു കൺവേർഷൻ നടക്കുന്നത് ലാക്ക് ഓഫ് ഓക്സിജൻ ആണ്. എന്ത്? മസിൽ സെൽസിലാണ് കേട്ടോ. അതെപ്പോഴും ചോദിക്കാറുണ്ട്. മസിൽ സെൽസ് ലാക്ടിക് ആസിഡേ ഉള്ളൂ, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല. ഓക്കെ. ദെൻ പിന്നെ വരുന്നത് എന്താണ്? ആബ്സെൻസ് ഓഫ് ഓക്സിജനില് എന്തൊക്കെയാ? എത്തനോള്, കാർബൺ ഡൈ ഓക്സൈഡ്. ആമിയ ആൻസിന്റെ കാര്യം എഴുതിയിട്ടുണ്ടല്ലോ. ആമിയ ആൻസി അമൃത്. ആമീന ആൻസിന് ഇഷ്ടായില്ലേ? ഓക്കെ ഓക്കെ അമൃത. ഓക്കെ. സോ അപ്പൊ ഇതാണ് വേർഡ് ഇക്വേഷൻസിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതാം. പിന്നെ വേണമെങ്കിൽ ഇപ്പൊ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ, അപ്പൊ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് കുറച്ച് സ്പേസ് വിടാം. എക്സാം എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം അതിനെ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യാം. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ശരിക്കും ദിസ് ഇസ് ഇനഫ്. വേർഡ് ഇക്വേഷൻസിൽ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇനഫ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്കൊരു ഇനി 1 മാർക്ക് എങ്ങാനും പോയാലോ, അവിടെ എങ്ങാനും ഹാഫ് മാർക്ക് കളഞ്ഞാലോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ എഴുതരുത്, സമയം കളയരുത്. കുറച്ച് സ്പേസ് വിടാം, അടുത്ത ക്വസ്റ്റ്യൻസ് എഴുതി പോവാം. ലാസ്റ്റില് സമയം ഉണ്ടെങ്കിൽ ഫിൽ ചെയ്യാം. ഓക്കെ. Then 22nd question. 22nd. Yeah. Name the plant mentally used for this experiment. Very good. ഇതാര് പറയും? ആകാശ് പോരട്ടടാ. ആകാശ് ഉണ്ടോ? ക്യാമറ ഓൺ ആക്ക ആകാശ്. മെൽവിൻ വീണ്ടും പോയി. എന്ത് പ്രൊഫൈൽ പിക്കാ മെൽവിന്റെ? മാസ്ക് ഒക്കെ ഇട്ട് പേടിപ്പിക്കാൻ നിൽക്കണ്ടല്ലോ. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ എവിടെ പോയി? നെയിം ദ പ്ലാൻ മെന്റലി യൂസ്ഡ് ഫോർ ഹിസ് എക്സ്പെരിമെന്റ്. ഫഹദ് പറയടാ വേഗം പറയടാ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ചാറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട, അവിടെ വേഗം പറയേ. മെൽവിൻ, വെരി ഗുഡ്. പീ പ്ലാന്റ് പൈസം സറ്റൈവം അങ്ങനെയൊക്കെ എഴുതിയ കുറച്ചുകൂടി നല്ലതാണ്. ഓക്കെ. വാട്ട് ടൈപ്പ് ഓഫ് പ്രോജനി വാസ് ഒബ്റ്റൈൻഡ് ബൈ മെന്റലി ഇൻ F1 ആൻഡ് F2 ജനറേഷൻ? F1 ഏതായിരുന്നു? അമൻ ട്രിപ്പിൾസ് ആരെങ്കിലും ഒക്കെ പറഞ്ഞോ? F1 ഏതായിരുന്നു? വെരി ഗുഡ്. ടോൾ. F2 പറഞ്ഞോടാ അസർ. മറന്നുപോയോ? F2 രണ്ടുപേരില്ലേ? ടോൾ ആൻഡ് ഓഫ് 3:1. യെസ്, വെരി ഗുഡ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ? F2 ജനറേഷനിൽ ഏത് റേഷ്യോ ആണ്? ഞാനിപ്പോ പറഞ്ഞ 3:1. അപ്പൊ എഴുതാ റേഷ്യോ ഒബ്റ്റൈൻഡ് ഇൻ F2 ജനറേഷൻ പ്ലാന്റ്സ് 3 tall and 1 short. ഓക്കെ. എന്നിട്ട് ആ ഫിഗർ ഔട്ടും ചെയ്യണേ, കാരണം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും മാത്രം എഴുതിയാൽ പോരാ, ഫിഗർ ഔട്ട് ചെയ്യാം. അറിയാലോ, ടോള്, ഡോർഫ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതണം കേട്ടോ. പാരന്റ്സ്, ഗ്യാമേറ്റ്സ്, ഫസ്റ്റ് ജനറേഷൻ, ദെൻ സെക്കൻഡ് ജനറേഷൻ. ഓക്കെ. ഗ്യാമേറ്റ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ ഓരോ റൗണ്ടിന്റെ ഉള്ളിലാക്കുക. അതാണ് അതിന്റെ ഒരു പ്രൊഫഷണൽ രീതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. നാളെ നോക്കി വെക്കാം. ലിസ്റ്റ് 2 differences in tabular form between dominant trait and recessive trait. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ എഴുതും? ഡോമിനന്റ് ആവുമ്പോൾ എന്താണ്? F1 പ്രോജനിയിലെല്ലാം ഡോമിനന്റ് ആണ്, അത് എഴുതാം. അങ്ങനത്തെ അത് നമുക്കറിയാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Then what percentage or proportion of the plants in the F2 generation progeny were round in Mendel's cross between round and wrinkled pea plants? എന്ത് പറയും? വെരി ഗുഡ്. 3:1. പക്ഷെ ഇന്ദ്ര ചോദിച്ചിരിക്കണം അങ്ങനെ എഴുതിയാൽ ഒരു പക്ഷേ ചിലപ്പോ, കാരണം ക്വസ്റ്റ്യൻ ഈസ് വാട്ട് പെർസെന്റേജ്, പോർഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്, വാട്ട് പെർസെന്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനെ കുറച്ചുകൂടി ഒന്ന് പ്രിസൈസ് ആയിട്ട്, യെസ് എക്സാക്ട്ലി 75%. Exactly 70% of the plants were with round seeds. Okay, അങ്ങനെ തന്നെ എഴുതാട്ടോ. ഒരു എന്താ പറയാ, നിങ്ങൾ എപ്പോഴും ആൻസർ എഴുതുന്ന സമയത്ത് ഒരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ എന്താണോ അതിന് കറക്റ്റ് ആയിട്ട് ഇരിക്കണം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര പെർസെന്റേജ് ആണ്. അപ്പൊ സോ എഴുതാ 75%. നിതാര അങ്ങനെ 25%ന്റെ കാര്യം അവിടെ എഴുതണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. 75% round ആയിരിക്കും, 25% wrinkled ആയിരിക്കും. And then finally you have to conclude that 75% of the plants were with round seeds. കാരണം അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ കട്ട് ആയിരിക്കാം. ഓക്കെ, കുറെ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാം. നമ്മൾ ടൈം അപ്പ് ചെയ്തു. ദ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 23rd question. ഓക്കെ, define pollination.
Very simple. എന്താണ് pollination? ഹൈഫ, what is pollination? പോരട്ടെ, ഹൈഫ പോയോ? Ma'am, definition മറന്നുപോയി. മറക്കണ്ട. പോളിനേഷൻ ആലോചിക്കുക. പോളിനേഷൻ എന്താ? ട്രാൻസ്ഫർ ഓഫ് എന്ത്? പോളൻ ഗ്രെയിൻസ്. എവിടെ നിന്ന് എവിടേക്ക്, അങ്ങനെയാണ് നമ്മൾ ഡെഫിനേഷൻ പഠിക്കേണ്ടത് കേട്ടോ. ആക്ച്വലി എന്താണ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ എന്തോ ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം എവിടെ നിന്നാ? ഫ്രം ആന്തർ, ഫ്ലവറിന്റെ ആന്തർ ഓഫ് സ്റ്റേമൻ ടു സ്റ്റിഗ്മ. ദാറ്റ് ഈസ് കോൾഡ് പോളിനേഷൻ. ഓക്കെ, ഇനി മറക്കോ? Haifa? No, ma'am. Yes, very good. Then Samson, how does suitable list 2 agents of pollination? എന്ത് പറയും? Wind and water. ഒരു ക്വസ്റ്റ്യൻ ഇല്ല മാം, മിസ് ചെയ്തില്ലേ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ. എവിടെ? നമ്മുടെ ഇതിലോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഇല്ലേ അതിനുശേഷം? ഡിഫൈൻ പോളിനേഷന് ശേഷം ഉണ്ട്. Explain the yes, I missed it. Thank you. Explain the different types of pollination. എന്തൊക്കെയാണ്? സാംസൺ പറഞ്ഞോ. Different types of pollination. Self-pollination and cross-pollination. Very good. Self pollination and cross pollination. Others, എന്താണ് സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ സെയിം ഡെഫിനിഷൻ, പോളിനേഷന്റെ സെയിം ഡെഫിനിഷൻ തന്നെ എടുത്തിട്ട് പറഞ്ഞോ. Pollen grains are transferred from the anther to the stigma of the flower. Different in different plants. Different of the plants അല്ല, ഒന്നില്ലാന്നുണ്ടെങ്കിൽ in the same flower or the flower of the same plant. Okay, self pollination ആണ്. ഒന്നില്ലെങ്കിൽ ആ പ്ലാന്റിൽ ആ ഒറ്റ ഫ്ലവറിൽ തന്നെ, നമ്മൾ ഹിബിസ്കസ് ഒക്കെ പറയുന്ന പോലെ ഒറ്റ ഫ്ലവറിൽ തന്നെ, അതല്ലെങ്കിൽ തന്നെ ഒരു ചെടിയിലത്തെ വേറെ വേറെ ഫ്ലവേഴ്സ്. ഓക്കെ, സെയിം ഫ്ലവർ ഓർ ദ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. തെറ്റിക്കരുത് കേട്ടോ. ദെൻ ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ മെൽവിൻ. മെൽവിൻ ഇല്ലേ? ഗായത്രി, what is cross pollination? പറഞ്ഞോ, ഒന്ന് വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞോ. ഗായത്രി ഇല്ല? ഷഹ്മ? The transfer of pollen grains from the anther to the stigma of another flower or another flower of a different plant of the same species. Exactly, perfect, very good. അങ്ങനെ തന്നെയാണ് അത് എഴുതേണ്ടത് കേട്ടോ. Perfect answer, very good. Then പിന്നെന്താ ചോദിച്ചിങ്ങനെ? List 2 agents of pollination. അത് ആര് പറയും? സാൻ, list 2 agents of pollination. Wind, bee. Yeah, wind, water, insects and animals. അത് എന്തെങ്കിലും എഴുതിയാൽ മതി. Next, how does suitable pollination lead to fertilization? Fahad, how does suitable pollination lead to fertilization? Lakshmi, Lakshmine കണ്ടില്ലല്ലോ. ലക്ഷ്മി ഉണ്ടോ? ലക്ഷ്മി എന്താ വീഡിയോയിൽ വരാത്തത്? ഇപ്പൊ വീഡിയോയിൽ കാണാറേ ഇല്ല. ശാലിൻ, ഓക്കെ. യദുശ്രീ ഒന്ന് പറയും. How does suitable pollination lead to fertilization? എങ്ങനെയാണ്?
After pollination, the pollen grains are transferred from anther to the stigma. Then from the stigma, it develops tube called pollen tube, through which the male gamete is passed through the pollen tube to reach the ovary, and it will fertilize fuse with the female gamete or egg. Then the ovule develops thick coat and forms seed. Then the ovary develops into fruit, and other parts like petals, sepals will follow. Very good. Perfect answer. അപ്പോൾ ക്ലിയർ ആയല്ലോ? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കാര്യമാണ് പോളിനേഷൻ, സീഡ് ജെർമിനേഷൻ, സീഡ് പോളിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് നന്നായിട്ട് പഠിക്കുക. അത് ഇത് എഴുതുന്നതോടൊപ്പം ഇറ്റ്സ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. അതിന്റെ ഫിഗർ ഔട്ടും കൂടി ചെയ്യാം. ഓക്കെ, നമ്മള് ഫിഗർ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഫിഗർ ഔട്ടും കൂടി ചെയ്യാം. ഏതാ ഫിഗർ? എപ്പോഴെല്ലാവരും തെറ്റിക്കും. സീഡ് പോളിനേഷൻ എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ തെറ്റിച്ചങ്ങോട്ട് വരച്ചിരിക്കും. നമ്മളിങ്ങനെ ക്ലാസ്സിലേക്ക് പഠിച്ചില്ലേ? അതിൽ ഓവറി വരയ്ക്കാം, അതിന്റെ ഇത് വരയ്ക്കാം, ഇതെല്ലാം ഇവിടെ വന്നിട്ട് ചെയ്തത് വരയ്ക്കാം, കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യാം, ആൻസർ ഒക്കെ വരയ്ക്കാം. ഓക്കെ, സിഗ്മ വരയ്ക്കാം, കറക്റ്റ് ആയിട്ട് ഇവിടെ ഗ്യാമേറ്റ്സിന് ലേബിൾ ചെയ്യാം. ഓക്കെ, ഇവിടെ ഓവറി ഞാൻ പറയില്ലേ 3 എണ്ണമായിട്ട് അങ്ങനെ കാണിക്കാം. ഓവ്യൂസ് ഓംസ് ഇങ്ങനെ കാണിക്കാം, കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മൾ 23 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു. ഇത് മറ്റേ 10th സാമ്പിൾ പേപ്പറിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോ ഇത് ഞാൻ കംപ്ലീറ്റ് വിത്ത് ആൻസർ ഞാൻ തരാം. വിത്ത് ആൻസർ തരാം. ഇത് ഡെഫിനറ്റ്ലി ഇന്ന് തന്നെ എല്ലാവരും ഒന്നും കൂടി നോക്കാം. ഇത് കയ്യിൽ വെക്കുക, പ്രിന്റ് എടുത്തിട്ട് കയ്യിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ വെക്കുക. കാരണം നമുക്കിത് എക്സാമിന് പോണേക്കാൾ മുമ്പ് നോക്കാം. ദെൻ ഞാൻ നാളെ ഇച്ചിരി ബിസിയാണ്, നാളെയോ മറ്റന്നാളായിട്ട് ഞാൻ 8th 9th സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് തരാം. ഓക്കെ, അത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. അത് ഇത് എഴുതി നോക്കിക്കോളൂ, കുഴപ്പമില്ല. സമയം പോണത് പ്രശ്നമല്ല, നമ്മൾ പഠിക്കാനല്ലേ. നന്നായിട്ടൊന്ന് എഴുതി നോക്കുക, എന്നിട്ട് അത് എനിക്ക് അയച്ചോളൂ. എന്നിട്ട് നമുക്ക് അത് ഇതാക്കാം. പിന്നെ നമ്മൾ എക്സാം വെച്ചിട്ടുണ്ട്. എക്സാം നമ്മളുടെ മോഡൽ 2 മോഡൽ വരും. അതിന് തറവായിട്ട് നിങ്ങൾ എങ്ങനെയാണോ പബ്ലിക് എക്സാമിന് പോകുന്നത് അതേപോലെ തന്നെ നീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതുക. അത് എനിക്ക് തന്നെ അയച്ചു തരാം എക്സാം. അപ്പൊ നമുക്ക് അറിയാം അത് എങ്ങനെയാണ്. നിങ്ങൾക്ക് ഇനി എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത്, നിങ്ങൾക്ക് എവിടെ പ്രസന്റേഷനിലാണോ, അതോ ഇനി ചിലപ്പോ ക്ലിയർ ആയിട്ട് ആൻസർ എഴുതാൻ പറ്റുന്നില്ല, കറക്റ്റ് പോയിന്റ്സിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവായിരിക്കും. അപ്പൊ അങ്ങനത്തെ എവിടെയാണോ നമുക്ക് നമ്മളുടെ പോയിന്റ്സ് മാർക്സ് പോകുന്നത് അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കാം, സയൻസ് പഠിക്കുന്ന സമയത്ത് ബയോളജീനെ സിമ്പിൾ ആക്കി കളയണ്ട. ഇപ്രാവശ്യം ബയോളജിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. സാമ്പിൾ പേപ്പേഴ്സ് പറയുന്നത് അതാണ്, ബയോളജിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്. എസ്പെഷ്യലി 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അസേഷൻ റീസൺ കൊറോണ അല്ലേ എളുപ്പമാക്കി തരും എന്ന് വിചാരിക്കണ്ട. കൊറോണയായിട്ട് ടഫാക്കി തരാൻ 36% ആസ് പെർ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ എല്ലാവരും 36% അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നന്നായിട്ട് ഓർത്ത് വെക്കാം. നമുക്ക് സമയം ഇനി ആരും ടെൻഷൻ അടിക്കണ്ട. തീർന്നില്ലേ. April 5 സഹോദയ എക്സാം ഒക്കെ അടിച്ചു പൊളിച്ച് എഴുത് കേട്ടോ. ഇനി നിങ്ങളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഏകദേശം ഇങ്ങനെ പഠിച്ചുകൊണ്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഫെഡപ്പ് വിചാരിക്കണ്ട. ബ്രെയിൻ പിന്നെ അത് ഈസി ആയിക്കോളും. ഓക്കെ, അപ്പൊ നാളെ ഒരു വീഡിയോ വരും, അത് മസ്റ്റ് ആയിട്ട് കാണാം. അതിൽ പറയുന്നത് പോലെ ഫോളോ ചെയ്യാം. കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, 5 minutes വീഡിയോ ആണ്. ഞാൻ ഡീറ്റെയിൽ ആക്കിയിട്ടില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അതേപോലെ അങ്ങോട്ട് 30 minutes ചലഞ്ച് ഏറ്റെടുത്തിട്ട് ഏപ്രിൽ മാസം കൊണ്ട് വി ഗോണ കംപ്ലീറ്റ് ഓൾ ദ സിലബസ്, ഓൾ ദ റിവിഷൻസ്, ഓൾ ദ സാമ്പിൾ പേപ്പേഴ്സ് ആൻഡ് എവറിത്തിങ്. സോ നമുക്ക് അടിച്ച് പൊളിക്കാം. ദെൻ നമ്മളുടെ എന്താണ് എക്സാം ഡേയ്സ്. പൊളി എക്സാം ഡേയ്സിൽ കിഡു തെറാപ്പി ആയിട്ട് നമ്മൾ വരും. എല്ലാവരും അന്ന് വിടും. ഈ കുട്ടികൾ ബോർഡ് എക്സാം എഴുതാൻ പോവാണോ? കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും ക്രിക്കറ്റ് കളിക്കാൻ പോണ പോലെയായിരുന്നു എക്സാം എഴുതിയത് നമ്മുടെ ഓഫീസ് സ്റ്റുഡൻസ്. വെരി ഗുഡ്. അപ്പൊ നമ്മൾ അങ്ങനെ എല്ലാ എക്സാമിന്റെ അന്നും നമുക്ക് May 4 May 7 എല്ലാ എക്സാമിന്റെ അന്നും നിങ്ങൾ ഇനി ടൈം ഇല്ല അങ്ങനെയൊന്നും വിചാരിക്കണ്ട. എല്ലാ എക്സാമിന്റെ സമയം നമ്മൾ സൂം ലിങ്ക് ഇടും, അല്ലെങ്കിൽ ഒരു ലൈവ് വരും. എന്നിട്ട് നമ്മളൊരു പവർ പാക്ഡ് മെഡിറ്റേഷനും, നമ്മളല്ല സാർ, ഞാൻ ഈ വക കാര്യത്തിലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പവർ പാക്ഡ് മെഡിറ്റേഷനും കാര്യങ്ങളും ഉണ്ടാവും. എന്റെ ഫുൾ സപ്പോർട്ട്, എന്റെ ഫുൾ എനർജി, എന്റെ ഫുൾ പ്രെയർ ഉണ്ടാവും. അപ്പോ ഞാനൊരു എക്സ്പെരിമെന്റ് ഉണ്ടായ ഒരു സംഭവം നിങ്ങൾക്ക് ഓറ ഇന്റർനാഷണൽ സ്കൂളില്
ഇതേപോലെ എക്സാം ടൈമിൽ നമ്മൾ ഇത് ചെയ്യാൻ ഇങ്ങനെ അവർക്ക് ഈ ഒരു എക്സാമിന് അവർ പോവാണ്. അപ്പൊ ആ സമയത്ത് മെഡിറ്റേഷന്റെ ഒരു പവർ ഞാൻ പറയാണ്. അത് പിന്നെ എല്ലാവരും ഇങ്ങനെ ഒരു ഹഗ് ചെയ്യും. നമ്മൾ ക്രിക്കറ്റ് കളിക്കാരൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ റൗണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഹഗ് ചെയ്ത് നിന്നിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോ നൗഫൽ സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ നമ്മളിങ്ങനെ വാഴ വെട്ടിട്ട് വീഴൂലേ, അതായത് ഇവിടെ നമ്മള് ഒരു വാഴയ്ക്ക് ഇവിടെ ഒരു അടുത്ത് ഇങ്ങനെയല്ലേ വീഴാം, അതേപോലെ അതായത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ സാധനം ഇങ്ങോട്ട് കേറിയിട്ട് ഈ കുട്ടി വീണു, മൂക്കിന്നൊക്കെ ചോര ഒലിച്ചു. ബട്ട് അവൻ അറിഞ്ഞിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് അവൻ അറിയണ്ടായിരുന്നില്ല. പക്ഷെ അവന് ഒരു പ്രശ്നമില്ല. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴും അവൻ നല്ല ഉഷാറായിട്ട് അവൻ പറയണ എനിക്കെല്ലാം ഓർമ്മ വരാന്ന്. അതായത് നമ്മുടെ മൈൻഡ് അത്രയും പവർഫുൾ ആണ്. നമ്മള് അതിനങ്ങട് എന്താ പറയാ, നമ്മളതിനെ എനിക്ക് പറയുമ്പോ തന്നെ ഗൂസ് ബംസ് വരുന്നത്. അതായത് നമ്മളതിനൊന്ന് ഷാർപ്പൻ ചെയ്ത് കൊണ്ടുവരാം. എവറിത്തിങ് ഈസ് പോസിബിൾ. ഓക്കെ, അപ്പൊ ആ ഒരു പവർ പാക്ഡ് ഒരു എനർജിയിലായിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടത്. നോ വറീസ്. ആ ഫുൾ ഇങ്ങനെ ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ ഒഴുകും. നമുക്ക് എക്സാമിന് കയറുന്ന സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയിരിക്കും ചിലപ്പോ. പക്ഷെ ട്രസ്റ്റ് മീ, ഇറ്റ് വർക്ക്സ്. ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ഒഴുകും. എക്സാമിന് കയറുന്ന സമയത്ത് ഫുൾ ബ്ലാങ്ക് ആയിരിക്കും ചിലപ്പോ ഒരു പക്ഷെ അങ്ങനെ. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇനി വെറും 1 month 2 months നമുക്ക് വർക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പൊ ആ 2 months പവർ പാക്ഡ് ആയിട്ട് വർക്ക് ചെയ്യാം, സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യാം. കളിച്ചോ, നിങ്ങൾ കളിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ കളിച്ചോ. പക്ഷെ സ്പെഷ്യലി ശ്രദ്ധിക്കുക, നിങ്ങൾ ബ്രേക്ക് എടുക്കൂലേ പഠിക്കുന്ന സമയത്ത്. ഓൾറെഡി നിങ്ങൾ ഇപ്പം സ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്, ലാപ്ടോപ്പ് ആവട്ടെ മൊബൈൽ ആവട്ടെ. നിങ്ങൾ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ദയവേത് സ്ക്രീനുള്ള സാധനങ്ങൾ മാറ്റാം. ലെഷർ ടൈം എടുത്തോ, നിങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ പെയിന്റ് ചെയ്തോ, മ്യൂസിക് കേട്ടോ, ഡാൻസ് കളിച്ചോ, പോയി കളിച്ചോ ഗ്രൗണ്ടില്, ഗാർഡനിങ്, എസ്പെഷ്യലി നേച്ചർ ആയിട്ടുള്ള സാധനങ്ങളിലേക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങുക, നനയ്ക്കുക. ഇനി 10ാം ക്ലാസ് ആണ്, അമ്മമാര് പറയാം, അമ്മമാര് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അമ്മമാര് പറയും ഒരു പഠിക്കണേ, ഒന്നും ചെയ്യണ്ട, പാത്രം കഴുകണ്ട, ചെടി നനയ്ക്കണ്ട എന്നൊക്കെ അവരെ പറയും. പക്ഷെ നിങ്ങൾ ഒരു റിലാക്സേഷൻ എന്ന് വെച്ചിട്ട് ഏത് സമയവും അമ്മേ ഞാൻ പാത്രം കഴുകി തരാം അങ്ങനെ പറയരുത് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ലെഷർ ടൈം, നിങ്ങൾ എടുക്കുന്ന ബ്രേക്ക്, നിങ്ങൾ അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങാം. നല്ല ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ബീച്ചിലൊക്കെ പോവാം, കുഴപ്പമില്ല. കൊറോണയാണ്, നല്ലത് ശ്രദ്ധിക്കാം. പുറത്ത് മുറ്റത്തൊക്കെ ഇറങ്ങി ചെടികളൊക്കെ നനയ്ക്കാം. അങ്ങനെ നേച്ചറായിട്ട് ഇടപഴകാൻ ശ്രമിക്കാം. ഇത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യും, നമ്മളെ ഭയങ്കര റിലാക്സ്ഡ് ആക്കും. യോഗ, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാം. നൗഫൽ സാറിന്റെ മെഡിറ്റേഷൻ ഉണ്ട് യൂട്യൂബിൽ, അതൊക്കെ ചെയ്യാം. അങ്ങനെ അടിപൊളിയായിട്ട്. എനിക്ക് എക്സാം എഴുതാൻ കൂടിയാണ്, ഭയങ്കര രസമാണ്. നിങ്ങൾ ആ ഒരു ഇതിലേക്ക് വരും, ഡെഫിനറ്റ്ലി വരും. അപ്പൊ ഈ 1 month നമ്മൾ പൊളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ 5 minutes നേരത്തെ ഞാൻ വിടാണ്. അപ്പൊ എന്താ ചെയ്യാ, എല്ലാവരും ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരാം. അത് നന്നായിട്ട് നോക്കുക, നന്നായിട്ട് നോക്കിയിട്ട് ഒന്ന് ഉറങ്ങിയാൽ മതി. ഓക്കെ, അതെങ്ങനെ ബ്രെയിനിലേക്ക് എടുക്കുക, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കോ. റിവിഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, റിവൈസ്. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ. See you next time. Have a good day. Good night. Take care. Bye. Love you. Bye.